ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് വീണ്ടും ഒരു ഡ്യൂട്ടി ഡേ ആണ് എനിക്ക്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോകും. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി ഒരുങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്. ഇത് ഡെർമാക്കോൻ്റെ ആണ്, ഒരു സ്കിൻ റിന്യൂ പെപ്റ്റൈഡ് ഹൈഡ്രേറ്റിംഗ് ടോണർ. എനിക്കിത് വളരെ നല്ലതാണ്. ഞാനിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നാറ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ഇതിന് ഹാപ്പിനെസ് നമ്മളൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ പോകും. പിന്നെ നമ്മളവിടെ പോയി കഴിയുമ്പോൾ ക്യാപ്പ് മാസ്കൊക്കെ ആയിട്ട് ഇരിക്കും. എന്നാലും പോകാമല്ലോ. ആഫ്റ്റർ ടോണർ ഞാനൊരു ഡേ ക്രീമാണ് യൂസ് ചെയ്യാറ്. ഞാനങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റേതായ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ചില ദിവസങ്ങളിൽ സ്റ്റെപ്പുകളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് വരുന്നു, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ലോറിയൽ പാരീസിൻ്റെ ഒരു ഡേ ക്രീമാണ്. കുറച്ചെടുത്ത് ഞാൻ അപ്ലൈ ചെയ്യും. ഇത് ഈ പറയുന്ന പോലെ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കും, പിന്നെ കുറച്ച് ബ്രൈറ്റൺ ആയിട്ടിരിക്കും. നമ്മൾ AC-യിലൊക്കെ നിൽക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ മേക്കപ്പൊന്നും ഇടാറില്ല. ജസ്റ്റ് നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്പ് ആൻഡ് മാസ്ക് ഒക്കെ ഇടും. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങി പോകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പം ടൈമുള്ള ദിവസങ്ങളിൽ ഞാൻ നന്നായിട്ട് ഒരുങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടങ്ങ് പോകും. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഐബ്രോസ് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ഉള്ള സംഭവം. അപ്പം എനിക്ക് ഐബ്രോസ് എപ്പോഴും വരയ്ക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറല്ല, ജസ്റ്റ് ഒരു കാപ്പി കളർ ഷെയ്ഡ് വരുന്ന ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യാറ്. ജസ്റ്റ് അത് വെച്ചൊന്ന് നമ്മൾ ഈ ഡൗൺ പോർഷൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യാറാണ് പതിവ്. ലുക്കിംഗ് ഗുഡ്. ഇനിയിപ്പോൾ എനിക്കൊരു ഐബ്രോ പെൻസിൽ മേടിക്കണം. എൻ്റെ പെൻസിൽ ഓൾറെഡി തീരാനായിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ബ്ലാക്ക് ഐബ്രോ പെൻസിലിൻ്റെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യണത്. കാരണം ഞാൻ ഇപ്പോൾ മേടിച്ചതിന് ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ നല്ലത് മേടിക്കണം എനിക്ക്. ബട്ട് ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു ഈ ഐബ്രോ പെൻസിൽ നല്ല കളറാണ്. മീൻസ് നമ്മളങ്ങനെ വരച്ചതങ്ങനെ വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല. ഭയങ്കര നാച്ചുറലായിട്ടിരിക്കും. സംടൈംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പോൺഡ്സിൻ്റെ ഒരു BB ക്രീം. അതങ്ങനെ എല്ലാ ദിവസങ്ങളും യൂസ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റൻ ആയിട്ട് തോന്നിക്കും. അപ്പം ഞാനങ്ങനെ എല്ലായിടത്തും ഇടാറില്ല. ഈ കണ്ണിൻ്റെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് വരുന്നിടത്ത് കുറച്ച് BB ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ ജോൺസൻ്റെ ഒരു ബേബി പൗഡർ. എനിക്ക് ഓൾമോസ്റ്റ് കുറേ പൗഡേഴ്സൊക്കെ അലർജിയാണ്. അപ്പോൾ BB പൗഡർ ഇട്ടിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഇടും. ടാൽക്കം പൗഡർ എന്ന് പറയുന്നത് അത്ര സ്കിന്നിന് നല്ലതല്ല. കണ്ണൂരെ ചൂട് സത്യം പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പോൾ ഡിസംബറൊക്കെ ആയി എന്ന് പറയാമെങ്കിൽ നമുക്കൊട്ടും ഡിസംബർ ആയി എന്ന് തോന്നത്തേ ഇല്ല. അത്രയും ചൂടാണ് രാത്രിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ ഇടുന്നതാണ്. എന്താ വെച്ചാൽ ഭയങ്കര അല്ലെങ്കിൽ ഓയിലി ആയിട്ട് അങ്ങനെ തോന്നും കുറച്ച് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ. അതുകൊണ്ട് കുറച്ചൊന്ന് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ലിപ് ബാം, ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ലിപ് ബാം ഇടും. ലിപ് ബാം കുറച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കത്തില്ല സ്കിൻ. അപ്പോൾ നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ റെഡി ആവുന്നതിന് മുന്നേ തന്നെ ലിപ് ബാം ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും.
പിന്നെ ദ ബെസ്റ്റ് തിങ് ഇസ് ഗേൾസിൻ്റെയൊക്കെ ഫേവറേറ്റ് ഐലൈനർ ആൻഡ് ലിപ്സ്റ്റിക്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര കണ്ണെഴുതുന്നതിൽ എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ഈ ഇടയ്ക്കാണ് കണ്ണെഴുതാൻ സ്റ്റാർട്ടായത് തന്നെ. പിന്നെ നെക്സ്റ്റ് ഒരു ചെറിയ പൊട്ടുകൂടെ തൊടുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ആയുർവേദ ലിപ്സ്റ്റിക്കാണ്. അത് ഡോക്ടർ നിവേദിത പുളിയപ്പെട്ട എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന ആയുർവേദ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു 4 to 5 hours ലാസ്റ്റ് ചെയ്യും. പിന്നെ അധികം പിഗ്മെൻറ്റഡ് ഒന്നും ആക്കില്ല. എൻ്റെ ചുണ്ടെന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. അത് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ്. ബിക്കോസ് ഓഫ് മൈ ജീൻ അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു കളറാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഞാൻ ഇത് കുറച്ച് അപ്ലൈ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫേസിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെയറാണ്. ഹെയർ ഞാൻ ഒന്നെങ്കിൽ ലൂസ് ഹെയർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പോണിറ്റെയിൽ ആയിരിക്കും. പിന്നെ നമ്മൾ നോർമലി നമ്മൾ വർക്കിന് ICU കയറി കഴിയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഡൈ ചെയ്ത് ക്യാപ്പിട്ട് വെക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മാസ്കും വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കിൽ ഞാൻ ഒരുപാട് ബോർഡേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ലിപ്പ് ലൈനർ വെച്ച് വരയ്ക്കാനൊന്നും നിൽക്കാറില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഇടത്തേ ഉള്ളൂ. ആൻഡ് പിന്നെ ഹെയർ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തൊക്കെ ഇടുന്ന ഒരു ടൈപ്പാണ്. പണ്ട് ലോങ് ഹെയർ ആയിരുന്നു. ഇപ്പോൾ കട്ട് ചെയ്ത് ഏകദേശം വളരെ കുറച്ച് ഹെയറേ ഉള്ളൂ. അപ്പം അതൊന്ന് ഒന്നെങ്കിൽ ലൂസ് ഹെയർ ഇടും, അല്ലാന്നുണ്ടെങ്കിൽ പോണിറ്റെയിലായിരിക്കും. എപ്പോഴും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹെയറാണ്. ബിക്കോസ് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പം അത് പൊഴിയുമ്പോഴും പിന്നെ കട്ടി കുറയുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് സങ്കടം വരാറുണ്ട്. ബിക്കോസ് പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ കുറവാണ്. പിന്നെ ഞാൻ എൻ്റെ ഓൺ വോയിസിൽ ആദ്യമായിട്ടിടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലീസ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രൈ ചെയ്യാം അതൊക്കെ ഒന്ന് റെഡിയാക്കി വരാൻ വേണ്ടിയിട്ട്. പോകെ ഓക്കെ ആയിട്ട് വരുമെന്ന് വിചാരിക്കണു. സോ ലെറ്റ്സ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ്. താങ്ക് യു ഗൈസ്. ബൈ.